ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഈ 2024 ഞങ്ങളുടെ ആ ഒരു ജേർണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുറേ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉള്ളൊരു വർഷമായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് എനിക്കൊരു സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അതായത് രാവിലെ 8 മണി തൊട്ട് 10:30 വരെയും പിന്നെ രാത്രി 8 മണി തൊട്ട് 2 മണി വരെയും അങ്ങനെയാണ് ഇന്നത്തെ ഡ്യൂട്ടി വരുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് മെയിൻലി ഞാൻ മിക്ക ദിവസങ്ങളിലും ചായയൊക്കെ ഞാൻ ഫാർമസി കൊണ്ടുപോയിട്ടായിരിക്കും കുടിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയായിരിക്കും. എനിക്ക് സമയം കിട്ടാറില്ല രാവിലത്തെ ഡ്യൂട്ടിക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നോർത്ത് ചായ ഫാർമസി കൊണ്ടുപോയി കുടിക്കാമെന്ന് വെച്ച് ചായയൊക്കെ ഇടുകയാണ് കേട്ടോ. ഇക്കുവാണെങ്കിൽ രാവിലെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയിട്ടുമുണ്ട്. 2024 സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് അല്ലായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ തുടങ്ങുന്നത്. ഒരു രാവിലെ 3-4 മണിയായപ്പോൾ വീട്ടിൽ നിന്നൊരു കോള് വന്ന് ഈ ഒരു മരണം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മരണം ആയതുകൊണ്ട് തന്നെ നമ്മളെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ തന്നെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 2024 ആദ്യമായിട്ട് പോകുന്നത് സോനാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളവർ മിക്കവർക്കും അറിയാം. ഇവിടെ വെച്ചിട്ടായിരുന്നു, UAE വെച്ചിട്ടായിരുന്നു ആ ഒരു മരണം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചാണ് നടക്കുന്നത്. എനിക്കിപ്പോഴും ആ ഒരു പ്ലേസ് ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒരു പേടി പോലെ തോന്നാറുണ്ട്. കാരണം ഒരുപാട് മയ്യത്ത് ഇങ്ങനെ വരുന്നു, അതിനു വേണ്ടിയുള്ള നമസ്കാരങ്ങൾ നടക്കുന്നു, അത് കയറ്റിക്കൊണ്ട് പോകുന്നു, അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക, ഓരോന്നിങ്ങനെ വരിക, ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ഒരു തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ 2024 സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മരണത്തിന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറമെ ആരെയും കണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവർ നല്ല സന്തോഷമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ലൈഫിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ കാണും. നമുക്ക് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനെങ്കിലും ഒരാൾ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളത് ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം ജോലി ഉണ്ടെങ്കിലും നാട്ടിൽ പോയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് പോയത്. പിന്നെ വന്നിട്ട് നോക്കാമെന്ന് കരുതി. സോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസി ഏതാണെന്ന്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫാർമസിയിലാണ്, അൽഹുദ ഫാർമസി. ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫ് ഇല്ലേ, നക്കിയിൽ ഉള്ളവർക്കറിയായിരിക്കും. ഗൾഫ് നമ്മുടെ ദുബായ് ഇസ്ലാമിക് ബിൽഡിങ്ങിൽ വരുന്ന ഫാർമസിയാണിത് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉള്ളൂ, എന്നാലും എനിക്ക് ഈ ഒരു ഫാർമസി ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് ജോലി നോക്കുന്ന സമയത്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കൂട്ടൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. കാരണം ആദ്യം എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയായിരുന്നു, ആദ്യത്തെ ജോബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ രണ്ടാമത് നോക്കിയതെങ്കിലും കുറച്ച് ടൈം എടുത്തു എനിക്ക് ജോലി കിട്ടാനായിട്ട്. ഒരു 2-3 മാസം എടുത്തിട്ടുണ്ടായിരിക്കും ജോലി സെർച്ച് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് കറക്റ്റ് നമുക്ക് രണ്ടുപേർക്കും പോയി വരത്തക്ക രീതിയിൽ കറക്റ്റ് ഒരു പ്ലേസിൽ തന്നെയുള്ള ഒരു ഫാർമസിയിൽ തന്നെ കിട്ടിയത് ഈ ഒരു ഫാർമസി എന്ന് പറയുന്നത്. സോ അത് ഇച്ചിരി താമസിച്ചായാലും നല്ലതിനായിരിക്കും എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു അത് കേട്ടോ. അതുപോലെ തന്നെ 2024 ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നോക്കാനും മാറാനും ഒക്കെ ആയിട്ട് നോക്കുക. കാരണം നമ്മളിവർ ട്രസ്റ്റ് ചെയ്തെടുത്തതല്ലേ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിൽക്കാനാണെങ്കിൽ നമ്മളങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമ്മുടെ കരിയറിന് ഡെവലപ്മെൻറ്റ് വേണമെന്നൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അതനുസരിച്ച് മാറി ചിന്തിക്കാനായിട്ടും മാറി നോക്കാനായിട്ടും ഒക്കെ നോക്കാം. എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ പണ്ടത്തെ മാനേജേഴ്സൊക്കെ കാരണം. സോ അത് ഞാൻ അങ്ങനെ ചിന്തിച്ച് നിന്നത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാനത് കിട്ടിയിട്ടും ഞാൻ വേണ്ട എന്ന് വിചാരിച്ച ആ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ആ ഒരു കരിയറിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അവർക്കൊന്നും കിട്ടാനില്ല, അവർ ട്രസ്റ്റ് ചെയ്തെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് അവർ അവരുടെ കാര്യം നോക്കി പോവും. നമ്മളെ തന്നെയാണ് അത്. അപ്പം എനിക്ക് മോർണിംഗിലത്തെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി രാത്രി 8 മണിക്കേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മീനും തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഇക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇക്കുവിന്
ഇക്കുനിനി 1 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇക്കുനെ വിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടോ. അതുപോലെ തന്നെ 2024 ഞങ്ങൾ പഠിപ്പിച്ച വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും വിശ്വസിക്കാനായിട്ട് പാടില്ല. മെയിൻലി ഫിനാൻഷ്യൽ ഡീലിങ്ങിൻ്റെ കാര്യത്തിൽ, പൈസ ഇടപാടുകളുടെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കാനായിട്ട് പാടില്ല. അത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് നല്ല വലിയൊരു പണി കിട്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവരങ്ങനെ ആവണമെന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഓർത്തു ഒരു ഫാമിലിയെ നമ്മൾ കാരണം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവരിങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യം വരികയാണ് എങ്കിൽ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരികയാണ് എങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. കുറച്ചുകൂടി നമുക്ക് നോക്കാം. പക്ഷെ 2024 ഫുള്ളും നമ്മുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു വർഷമൊന്നും അല്ലായിരുന്നു. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടന്ന ഒരു വർഷം 2024 തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നും അല്ല. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്തിട്ട് നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് തന്നെ നമുക്ക് ആ ഒരു വിശ്വാസം തന്നൊരു വർഷം 2024 ആയിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത കൂട്ട് നടന്ന ഒരു വർഷം 2024 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയ ഒരു വർഷമായിരുന്നു 2024. നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റിയൊരു വർഷമായിരുന്നു. നമ്മൾ കുറേ നാളുകൊണ്ട് ചിന്തിച്ചായിരുന്നു നമ്മൾ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും നമുക്കത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കിനും നമുക്ക് ജോലി സ്ഥലത്തിൻ്റെ അടുത്തോട്ടൊക്കെ ഒരു റൂം കിട്ടിയപ്പോൾ നമുക്ക് ഈ ഒരു വർഷം ഇങ്ങോട്ട് മാറാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് കൂട്ട് നടത്തിയെടുക്കാൻ പറ്റിയ ഒരു വർഷം 2024 ആയിരുന്നു കേട്ടോ. അപ്പം ജോലിയുടെ കാര്യത്തിലായാലും എനിക്ക് കുറച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയൊരു വർഷം ഈ ഒരു വർഷം തന്നെയാണ് കേട്ടോ. മെയിൻലി നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോഴത്തേക്കിന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, നാടുമായിട്ട് ഇവിടെ ഭയങ്കര വ്യത്യാസമുണ്ട്. ജോലി എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രെസ്സായിരിക്കും ജോലി സ്ഥലത്ത്. അപ്പം അതൊക്കെ കുറച്ചൊന്ന് ഓവർകം ചെയ്യാനും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് കുറച്ച് നമ്മൾ ഡെവലപ്പ് ആവുന്നത്. സോ അങ്ങനെ ആയി എന്ന് കുറച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു വർഷം ഈ ഒരു വർഷം തന്നെയാണ്. പുതിയ ജോലി സ്ഥലത്ത് കയറിയിട്ട് അവിടെ ആയാലും എനിക്ക് കുറേ കാര്യങ്ങൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ജോലിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി സ്ഥലത്ത് മാത്രം ഒതുങ്ങിയായിരുന്നു ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറിയപ്പം ഉണ്ടായത്. കാരണം എനിക്ക് അവിടുത്തെ ആൾക്കാരെ ആയാലും, നമ്മൾ പുതിയൊരാളല്ലേ, അതുകൊണ്ട് തന്നെ പിന്നെയാണ് ഇപ്പം ഞാൻ പുതിയ സ്ഥലത്ത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് ചുറ്റുമായാലും കുറേ ആൾക്കാരുമായിട്ട് പരിചയമൊക്കെ ആവാനായിട്ട് പറ്റി. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർഷം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയായാലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരുന്നു. ജോലിയായാലും അത്യാവശ്യം ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഒരു ഭയങ്കര ജോലിക്ക് പോകുന്നതിലൊരു ഭയങ്കര സ്ട്രെസ്സോ അങ്ങനെയൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു വർഷം. അൽഹംദുലില്ലാ, അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇനി 8 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇക്കുവാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇക്കുവിന് ഇനി 11 മണിക്ക് എന്തോ ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ഇനിയിപ്പോൾ 2 മണി വരെയാണ് ഡ്യൂട്ടി. കുഞ്ഞ് 11 മണി തൊട്ട് പിന്നെ 2 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും തിരിച്ചു വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 8 മണിക്കാണ് ഡ്യൂട്ടി. 8:10 ആയിട്ടുണ്ടായിരുന്നു ഫാർമസി എത്തിയപ്പോൾ.
പിന്നെ ഇനി 2 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇത് ഫാർമസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു ലിപ് പെൻസിൽ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നും കൂടി വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇതിലെ ലിപ്സ്റ്റിക്കിൽ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങാനായിട്ട്. പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് സാധാരണ വരുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരു 2024 ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മെയിൻലി 2024ൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് അത്ര നല്ലൊരു വർഷം അല്ലായിരുന്നെങ്കിൽ പോലും പിന്നെ പിന്നെ നമുക്ക് കുറേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ സാധിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2024. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യവും 2024 തന്നെയാണ് നടന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം പോയി അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ എല്ലാം നെഗറ്റീവ് ഒരു ചിന്തയായിരുന്നു ആദ്യമൊക്കെ വന്നത്. പിന്നെ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ പോസിറ്റീവായിട്ടുണ്ടായ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ഒരു നല്ല വർഷമായിട്ട് 2025 ആവട്ടെ അല്ലേ. എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് നല്ല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു വർഷമാവട്ടെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.